ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫിഷ് മോളി തയ്യാറാക്കുന്നതിനായി പ്രാച്ചി മീനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോയോളം തൂക്കം വരുന്ന ഈ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞെടുക്കണം. വരഞ്ഞെടുത്ത മീനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചൂടാകുമ്പോഴേക്കും മീനിട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത മീൻ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനിയൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് 3 വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരകി എടുത്ത് പിഴിഞ്ഞതിൻ്റെ 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയെല്ലാം മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി തൂകി കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോൾ ഇവിടെ തയ്യാറായി കിട്ടിയിരിക്കുകയാണ്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെയുള്ള അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഈ ഫിഷ് മോളി. ഇനി മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്